മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അതിർത്തികൾക്കുള്ളിലേക്ക് US സൈന്യം നേരിട്ട് വ്യോമാക്രമണം നടത്തിയതോടെ മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമായി കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് ഈ പുതിയ സൈനിക നീക്കം. സ്ട്രിക്റ്റ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഒരു വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതകളിലൊന്നായ ഹോർമുസിൽ വെച്ചുണ്ടായ ഈ ആക്രമണം ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ ഉലയ്ക്കാൻ പോന്നതായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന ശക്തമായ നിഗമനത്തിലായിരുന്നു പാശ്ചാത്യ ശക്തികൾ. ഈ കപ്പൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ US പ്രതികരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ നിഗൂഢമായ മുന്നറിയിപ്പാണ് സംഭവങ്ങളുടെ വേഗത കൂട്ടിയത്. അമേരിക്കയുടെ മറുപടി എന്തായിരിക്കുമെന്ന് നിങ്ങൾ കാത്തിരുന്നു കാണൂ എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഈ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെയാണ് US യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മണ്ണിലേക്ക് കുതിച്ചുയർന്നത്. പതിവ് പ്രസ്താവനകൾക്കും നയതന്ത്ര ചർച്ചകൾക്കും കാത്തുനിൽക്കാതെ തികച്ചും അപ്രതീക്ഷിതമായാണ് അമേരിക്കൻ സൈന്യം ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടത്തിയത്. വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന നിഴൽ യുദ്ധം ഇതോടെ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയായിരുന്നു. ഈ വ്യോമാക്രമണം ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടുത്ത ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ആക്രമണം ആരംഭിച്ച് നിമിഷങ്ങൾക്കകം തന്നെ ഇറാന്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ ഭാഷയിൽ പ്രതികരണവുമായി രംഗത്തെത്തി. തങ്ങളുടെ മണ്ണിൽ വീണ ഓരോ ബോംബിനും പകരമായി അമേരിക്കൻ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ തിരിച്ചടി ആരംഭിച്ചതായി അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വെറുമൊരു ഭീഷണിയല്ല, കൃത്യമായ പ്രത്യാക്രമണമാണ് തങ്ങൾ നടത്തുന്നതെന്ന് IRGC വ്യക്തമാക്കി. മേഖലയിലെ പൊതുമാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ റിഫാത്ത് ജാവേദ് ഈ അതിവേഗ നീക്കങ്ങളെ അതീവ സൂക്ഷ്മതയോടെയാണ് വിലയിരുത്തുന്നത്. ഓരോ മണിക്കൂറിലും മാറി മറിയുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ നിരീക്ഷണങ്ങൾ ഈ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വെറുമൊരു പ്രാദേശിക തർക്കത്തിനപ്പുറം ഇതൊരു ആഗോള പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതകളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ നയതന്ത്ര സമീപനങ്ങളുടെ അസ്ഥിരതയും പ്രവചനാതീത സ്വഭാവവും ഈ സൈനിക നീക്കത്തിൽ പ്രകടമാണെന്ന് റിഫാത്ത് ജാവേദ് നിരീക്ഷിക്കുന്നുണ്ട്. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഇത്തരം ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ പാടെ തകർക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. സമാധാന ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ട്രംപിന്റെ ഈ കടുത്ത നിലപാട് കാരണമായി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാരം കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ലെന്ന് IRGCയുടെ പ്രത്യാക്രമണ പ്രഖ്യാപനം തെളിയിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള US സൈനിക താവളങ്ങളും സഖ്യകക്ഷികളുടെ കേന്ദ്രങ്ങളും ഇപ്പോൾ ഇറാന്റെ മിസൈൽ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ US സൈന്യത്തിന് നേരെ ഏതു നിമിഷവും വലിയ രീതിയിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണം വെറുമൊരു നിമിത്തം മാത്രമായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ശത്രുതയുടെ പുതിയൊരു അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നതെന്നും വ്യക്തമാണ്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ അമേരിക്കയും പ്രാദേശിക മേധാവിത്വം ഉറപ്പിക്കാൻ ഇറാനും തമ്മിൽ നടത്തുന്ന പോരാട്ടം അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്നു. വെടിനിർത്തൽ കരാറുകൾ വെറും ജലരേഖകളാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഉള്ളിലേക്ക് കയറി ആക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചതോടെ നാറ്റോ സഖ്യകക്ഷികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതിൽ പങ്കാളികളാക്കേണ്ടി വരും. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധമുണ്ടാകുന്നതിനെ ശക്തമായി എതിർക്കുന്നവരാണ്. ഇത് പാശ്ചാത്യ സഖ്യത്തിനുള്ളിലും ഭിന്നതയ്ക്ക് കാരണമായേക്കാം. ഈ സൈനിക ഏറ്റുമുട്ടൽ ആഗോള എണ്ണ വിപണിയെ വൻതോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെ ഭൂരിഭാഗം എണ്ണക്കപ്പലുകളും കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് യുദ്ധമേഖലയായി മാറുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. റിഫാത്ത് ജാവേദിന്റെ കമന്ററി പ്രകാരം US കോൺഗ്രസിന്റെയോ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയോ വലിയ പിന്തുണയില്ലാതെയാണ് ട്രംപ് ഇത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത്. ഇത് ആഭ്യന്തരമായി അമേരിക്കയ്ക്കുള്ളിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കാം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ളതാണോ ഈ സൈനിക നീക്കമെന്ന സംശയവും ശക്തമായ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാന പങ്കാളികളായ റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്.
അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നടപടിയെ ഇരു രാജ്യങ്ങളും കടുത്ത ഭാഷയിൽ അപലപിക്കാൻ സാധ്യതയുണ്ട്. ഇറാനിലേക്ക് റഷ്യയുടെ സൈനിക സാങ്കേതിക സഹായങ്ങൾ കൂടുതൽ വേഗത്തിൽ ഒഴുകിയെത്താനാണ് ഈ ആക്രമണം കാരണമാവുന്നത്. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്കോ വലിയ സൈനിക താവളങ്ങൾക്കോ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുമേൽ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കാരണം കൃത്യമായി വിവരങ്ങൾ ലഭ്യമാകാൻ സമയമെടുക്കും. മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ തങ്ങൾ കക്ഷി ചേരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പ്രാദേശികമായി സംഘർഷം തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക അവർക്കുണ്ട്. IRGCയുടെ കമാൻഡർമാർ പുറത്തുവിട്ട സന്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഒരൊറ്റ ആക്രമണത്തിന് 19 മടങ്ങ് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ്. റിഫാദ് ജാവേദ് തന്റെ വിശകലനത്തിൽ അടിവരയിട്ട് പറയുന്ന മറ്റൊരു കാര്യം അന്താരാഷ്ട്ര നിയമങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ സൈനിക നീക്കങ്ങൾ നടക്കുന്നത്. യുദ്ധഭീതി പടരുന്നതോടെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾ പ്രകടമാകും. ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന അതൃപ്തികൾ മറന്ന് ജനങ്ങൾ സൈന്യത്തിനൊപ്പം നിൽക്കാൻ ഈ ബാഹ്യ ആക്രമണം കാരണമാകും. ദേശവികാരം ഉണർത്തിവിട്ടുകൊണ്ട് അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഒന്നിക്കാൻ ഇറാന്റെ ആത്മീയ നേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. മാറി മറിയുന്ന ഈ സാഹചര്യങ്ങൾ ലോകമാധ്യമങ്ങൾ മിനിറ്റുകൾ വെച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈനിക നീക്കങ്ങളുടെ ദൃശ്യങ്ങളും ട്രംപിന്റെ പ്രസ്താവനയുടെ ആവർത്തനങ്ങളും അന്താരാഷ്ട്ര വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകൾ ഈ പ്രതിസന്ധിയിൽ നിർണായകമായിരിക്കും. ഒന്നെങ്കിൽ ഇരു രാജ്യങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിന്മാറണം, അല്ലെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ട്രംപിന്റെ പ്രവചനാതീതമായ ബുദ്ധിയും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികാര ചിന്തയും നേർക്കുനേർ പോരാടുമ്പോൾ ലോകം ശ്വാസമടക്കിയാണ് ഈ സംഭവ വികാസങ്ങൾ വീക്ഷിക്കുന്നത്.